ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. സ്നേഹിതരെ, സുവിശേഷം അതൊരു വ്യക്തിയാണ്. കർത്താവായ യേശുവാണ് സുവിശേഷം. അതെ, ഈ ലോകത്ത് കേൾക്കുന്ന വാർത്തകളെല്ലാം സുവിശേഷമല്ല, നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. എന്നാൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അത് കർത്താവായ യേശുവാണ്. പാപത്തിൽ മുങ്ങിത്താണ് നമ്മെ രക്ഷിക്കുവാൻ കർത്താവായ യേശു പകരക്കാരനായി മരിച്ചു. ആ യേശുവിന്റെ യാഗത്താൽ നമുക്ക് പാപമോചനവും നിത്യജീവനും സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. ഈ ലോകത്ത് ഒട്ടനവധി മതങ്ങളുണ്ട്, മതാചാരങ്ങളുണ്ട്, മതകർമ്മങ്ങളുണ്ട്, മതപുരോഹിതന്മാരുണ്ട്. അവരെല്ലാം കർമ്മമാർഗത്താലും അത് പണത്താലും മോക്ഷം പ്രാപിക്കാം എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് കൃപയാലത്രേ ആത്മരക്ഷ, അത് പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ദൈവം ദാനമായി തരുന്ന രക്ഷ, പാപമോചനം, അത് വില കൊടുത്ത് മേടിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പകരക്കാരനായ കർത്താവായ യേശു എനിക്കും താങ്കൾക്കും പകരമായി മരിച്ചതിനാൽ സൗജന്യമായി പാപമോചനവും നിത്യജീവനും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. വിശുദ്ധ വചനം പറയുന്നു, പാപമില്ലാത്ത യേശു പാപത്തിന്റെ ശിക്ഷയായ മരണം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. 5 കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു തെറ്റും കണ്ടില്ല. എന്നിട്ടും പകരക്കാരനായി, സ്നേഹിതരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, താങ്കൾ മരിക്കേണ്ട സ്ഥാനത്ത്, പാമ്പക്കട ദേശമേ, താങ്കൾക്ക് പകരമായി, എനിക്ക് പകരമായി ഇതാ യേശു കർത്താവ് മരിക്കുക. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ. ആ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമോ? ആ യേശു മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കറിയാവോ, ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റ മറ്റൊരു വ്യക്തിത്വം ലോകത്തില്ല. ഇന്നും യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നിന്റെ സങ്കടങ്ങളിൽ ഓടി വരുന്ന ദൈവമാ. നീ കരയുമ്പോൾ, നീ വീഴുമെന്ന് അറിയുമ്പോൾ ഓടി വന്ന് നിന്റെ കരം പിടിക്കുന്ന ദൈവമാ. നീ പൈസ എറിയുമ്പോഴല്ല, നിന്റെ നേർച്ച കണ്ടിട്ടല്ല, നിന്റെ പുണ്യപ്രവൃത്തി കണ്ടിട്ടല്ല. സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തകർച്ചയിൽ നീ വീണുപോകാൻ ലോകവും പിശാചും ആഗ്രഹിക്കുമ്പോൾ, മദ്യപാനത്തിൽ നിന്റെ കുടുംബം തകരുവാൻ, ശാപബന്ധനങ്ങളിൽ നിന്റെ കുടുംബം തകരുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അന്വേഷിക്കുന്ന ഒരു ദൈവം, അവൻ ജീവനുള്ള ദൈവമാ. ആ യേശു മരിച്ചു അടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. ഒലിവുമലയിൽ താൻ ശിഷ്യന്മാരുമായി സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, താൻ പോയതുപോലെ വീണ്ടും വരും. നോക്കി നിൽക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:11 2 ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് അവരോട് സംസാരിക്കുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നതായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ വരവിനെയാണ്. കർത്താവ്